നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഞാനൊരു 2-3 കാര്യമൊന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമുണ്ടോ? എന്നാണെന്നറിയാവുന്നേ, തിരക്കുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊന്നും എന്നാ പറയുക, സാരി കാണിക്കുമ്പോൾ സാരി കാണിച്ചിട്ട് പോകും, വേറെ കാര്യങ്ങൾ പറയേണ്ട, വീഡിയോ വേറെ എടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്, കുറ്റമൊന്നുമല്ല. എന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഗീവ് അവേയുടെ കാര്യം. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല, പർച്ചേസും മറ്റും പോയി ആകെ ആകെ പരവശയായിപ്പോയി, മടുത്തു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ 2 ദിവസം നമുക്ക് ഇതായിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാളെയാണ് ഗീവ് അവേ അവസാനിക്കേണ്ടത്. അത് 2 ദിവസത്തിനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ശനിയാഴ്ച കൊണ്ട് തീരും. തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് ലോട്ടിടാം. അപ്പം കമൻറ്റിനും സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ധാരാളം വരുന്നുണ്ട്. പിന്നെ ചിലർ ചോദിക്കുന്നു, പണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. എനിക്കത് പറഞ്ഞാൽ അറിയത്തില്ലെന്ന് സത്യമായിട്ട് പോലും. ഞാൻ പിള്ളേരോട് ആരോടും ചോദിച്ചിട്ട് പറഞ്ഞാൽ കേട്ടോ. പിന്നെ ഇപ്പോഴത് ഓർത്തല്ലേ നേരത്തെ ചോദിച്ചു വെച്ചാൽ. പിന്നെ കമൻറ്റ്, ഗുഡ് കമൻ്റ് അല്ല, വാല്യൂ. ഈ ചിലർ പരസ്യവാചകം എന്നാ മറ്റേ സിനിമയ്ക്കകത്തെ പരസ്യവാചകം പോലെ മഞ്ജുവൊക്കെ അയക്കുന്നതാണ്. ഇസബല്ല മാത്രം എന്നെ കളിയൊക്കെ കൊല്ലല്ലേ, എന്നെ എന്തിനും ഇസബല്ലയ്ക്ക് തുല്യം, ഇസബല്ല മാത്രം. ഞാൻ പറയട്ടെ, ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നെഗറ്റീവ്സ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു ഒപ്പീനിയൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ഒപ്പീനിയൻ മാത്രമല്ല, ഗുഡിൻ്റെ 1000 ഇരട്ടി ബാഡ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ബാഡ് വേണ്ട, എനിക്കത് കേൾക്കണ്ടെന്നുള്ളത് ഞാൻ പറയുന്നത്. എന്തിനാണ്? അതുകൊണ്ട് എന്നെ വളർത്തത്തൊന്നുമില്ല, എന്നെ തളർത്തത്തേ ഉള്ളൂ. ഞാനത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു. എല്ലാവരും അത് പറയുന്നില്ലായിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഗുഡായിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ മതിയെന്നേ, അത് മതി. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നും അല്ല ഓൺലൈൻ ഇതെന്താ പറയുക. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ ഫാമിലിയാണ്. അതിനപ്പം മേളിലായിട്ട് എനിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേരുള്ളെങ്കിൽ അതൊക്കെ മതി. ഞാൻ സംതൃപ്തിയാണ്, എന്നാൽ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറഞ്ഞോലെ. അതൊരു കാര്യം. ഗീവ് അവേ. അപ്പം കമൻറ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ബ്ലൗസ് ബുക്കിംഗ് വീഡിയോയ്ക്കകത്ത് കുറച്ച് അബദ്ധങ്ങൾ പറ്റി. ഒന്നാമത് ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൻ്റെ ഒരു ഡിജിറ്റ് മാറിപ്പോയി. അതാരും ശ്രദ്ധിക്കപ്പെട്ടില്ല. കസ്റ്റമേഴ്സ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് കയറ്റുക എന്ന് പറയാൻ സാധ്യമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ നമ്പർ, ഒരിക്കലും കൊടുക്കാത്ത പോലെ നമ്മൾ തമ്മനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലത്. എന്നാൽ ഒത്തിരി പേര് അത് പറഞ്ഞു തന്നു, ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോയി, ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം വേറെ ആൾക്കാരെ കിട്ടുന്ന മെസ്സേജ് വേറെ ആൾക്കാരെ. അതിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. നമ്മൾ മനുഷ്യരല്ലേ, തിരക്കിട്ട് എടുക്കും, ചിലപ്പോഴേ അബദ്ധം പറ്റുന്നതാണ്. പിന്നെ അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന പോലീസുകാരും എനിക്കുണ്ട്, ഇവിടെ ഉണ്ടേ. അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന പോലീസുകാരും ഉണ്ട് കേട്ടോ. സാരില്ല, എൻ്റെ ചില സമയങ്ങളിൽ ചില മനുഷ്യർ, ഞാനിപ്പോൾ സാരമില്ലെന്ന് ഇവിടെ പറയാം, അവിടെ ചെല്ലുമ്പോൾ എൻ്റെ സ്വഭാവം ഇതല്ല. ഭദ്രകാളിയാണ് ഞാൻ, ഭദ്രകാളി. പിന്നില്ലേ, മൂന്നാമത്തെ കാര്യം, ഒത്തിരി പേര് പിണങ്ങി ബ്ലൗസ് കൊടുക്കാൻ പോയോണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി പേര് പിണങ്ങി. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹോൾഡ് ചെയ്ത് വെക്കലില്ലെന്ന് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ബ്ലൗസിനെ ഞാൻ ചുമ്മാ നമ്മളെ കേൾപ്പിക്കാനോ ഹൈപ്പ് ചെയ്യാനോ എൻ്റെ ചാനലിന് ഏതാണ്ട് കസ്റ്റമേഴ്സിനെ കൂട്ടാനോ ഒന്നും ഞാൻ പറയുന്നില്ല. കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ബ്ലൗസിന് ഓർഡർ എടുക്കലെന്ന് പറഞ്ഞാൽ ഇത്രയും തലവേദനയുള്ള ഒരു പരിപാടി വേറില്ല. എന്ന് വെച്ചാൽ പുകാന്ന് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടിരിക്കും. ഫോൺ വരെ സ്റ്റക്കായി പോകും. ബാങ്ക് അക്കൗണ്ട് സ്റ്റക്കായി പോയ കാര്യം നിങ്ങളിൽ പലർക്കും അറിയാം അല്ലേ. അത് നിങ്ങൾക്ക് അതിൻ്റെ എന്നാ റീസൺ എന്നും പറയും, മെസ്സേജ് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റക്കായി പോയത്. അങ്ങനെയുള്ളിടത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് പോയി എവിടെ ഓർക്കാൻ, അങ്ങനെയൊന്നും ഓർക്കത്തില്ല. നിങ്ങൾ ഈ 3 എണ്ണം എനിക്ക് വേണേ എന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ നാളെ ഇടാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഓർക്കത്തില്ല. നിങ്ങളുടെ മെസ്സേജുകൾ അടിയിലേക്ക് പോകും. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഈ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ചാറ്റ് ഹിസ്റ്ററി ഇവരാരും എടുത്ത് നോക്കത്തില്ല. ഇത് ഏത് കസ്റ്റമർ, ആരാ, എന്താ എന്നൊന്നും നോക്കത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ സേവ്ഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന കസ്റ്റമറാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമറാണ്, എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ എന്ത് പറഞ്ഞാലും അറിഞ്ഞുകൊണ്ടല്ല, എനിക്കതേ പറയാനുള്ളൂ. അറിഞ്ഞുകൊണ്ടല്ല. ഒരിക്കലും നമ്മളിത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം ആര് വാങ്ങിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മളത് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, ഹോൾഡ് ചെയ്ത് വെക്കുക, കാശ് പിന്നെ ഇടാം എന്ന് പറയുമ്പോൾ അത് മാറ്റി വെക്കുക, അതൊന്നും ഇവിടെ പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ വേറൊന്നുമല്ല. തരുന്നതിന് തരാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് ഞാൻ കയ്യും കഴിച്ചെന്ന് വീഡിയോ എടുത്തത്. അതുകൊണ്ട് ആ ഒരു വിഷമം തീർക്കാനായിട്ട് ഈ ബ്ലൗസ് നാളത്തെ 7 മണിക്കത്തെ വീഡിയോ. ഈ ബ്ലൗസ് അല്ല, ചെറിയ ഡിസൈൻ വ്യത്യാസമുള്ള ആ ബ്ലൗസ് എടുത്തില്ലല്ലോ, ഒന്ന് കാണിച്ചേ.
അപ്പോൾ ബ്ലൗസ് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മോഡൽ കാണിക്കാം വെറുതെ. ഇതാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിവിധ കളേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കിട്ടാതെ പോയി എന്ന് പറഞ്ഞ് ഇതിപ്പോൾ വിൽക്കത്തില്ല കേട്ടോ, ഇപ്പോൾ വിൽക്കത്തില്ല. ഇത് വന്നേക്കുന്ന ഏതാണെന്ന് മോഡൽ മാത്രം ഞാൻ കാണിച്ചതാണ്. നാളെയാണ്, നാളെ വൈകുന്നേരം 7 മണിക്കാണ് ഇതിൻ്റെ വീഡിയോ. ഇപ്പോൾ ഇതിൻ്റെ മെസ്സേജ് വരുമെന്ന് എനിക്കറിയാം. പ്രീ ബുക്കിംഗ് പറ്റുമോ ഒന്നുമില്ല കേട്ടോ, നമുക്ക് നാളെ വാങ്ങിക്കാം. ഞാൻ വലിയ ഡയലോഗ് അടിക്കുന്നതല്ല കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. 2-3 ആ ഡിസൈൻ മാത്രം കണ്ടു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കുറേ കളേഴ്സ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ റീസ്റ്റോക്ക് കുറച്ചെണ്ണം, വളരെ കുറച്ചെണ്ണം. അപ്പം നാളെ വൈകുന്നേരം 7 മണിക്ക് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നാളത്തെ വീഡിയോയെ പറ്റി ഇപ്പോഴേ പറയുന്നത് എന്തിനാണെന്ന് ഓർക്കുമായിരിക്കും. അല്ലേ, അത് നാളെ പറയാം അല്ലേ, നാളെ പറയാം. എന്നാന്ന് പറയും, പലരും സ്കിപ്പ് ചെയ്താണ് കാണുന്നത്. എന്നിട്ട് ഞാൻ എത്ര തവണ ഓൺലൈനിൽ ഞാൻ പറഞ്ഞതാണ്, ഇത് നിങ്ങളുടെ റിസ്കിനെ എടുക്കാവുള്ളൂ, നിങ്ങൾക്ക് വണ്ണം കൂടുതലാണ് വണ്ണം കുറവാണ് നിങ്ങൾക്കേ അറിയത്തുള്ളൂ, ഇത് 44 സൈസ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ടും ആരാണ്ട് 2 പേര് എനിക്ക് വണ്ണം കൂടുതലാന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ തന്നെ ഡയറക്റ്റ് അതിന് 2ന് റിപ്ലൈ കൊടുത്തു. ഇങ്ങനെ അവരെ കൊണ്ട് കൊടുപ്പിച്ചില്ല, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. വേറെ ആൾ നിങ്ങൾ തന്നെ അല്ലേ എന്നെ വേറെ എന്ത് സൈസ് അവരുടെ സൈസ് ഏതാണെന്ന് അവർക്ക് അറിയത്തില്ല. XL ആണോ XXL ആണോ എന്ന് പുള്ളിക്കാരത്തിക്ക് അറിയത്തില്ല. പുള്ളിക്കാരത്തി ബ്രാ സൈസ് എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബ്രാ സൈസ് എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള വൃത്തിയുടെ സൈസ് എടുക്കാവുള്ളൂ എന്ന്. അതൊക്കെ പോട്ടെ. പണ്ടൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനി ഈ പരിപാടിക്കില്ല, എനിക്ക് പറ്റത്തില്ലെന്ന് എല്ലാവരും വേണമോ, എല്ലാവരും ആയിരിക്കുന്ന കേൾക്കോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ബ്ലോക്ക് 3-4 സംഭവങ്ങളുണ്ട്. ബ്ലോക്ക്, റിജക്റ്റ്, നോ, ഇങ്ങനെ 2-3 സംഭവങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. പറ്റുകയല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയല്ലേ, അവിടെ ബ്ലോക്ക് ചെയ്യുക. നമുക്കിത് ശരിയല്ല എന്ന് കണ്ടാൽ അന്നേരം അവിടെ ബ്ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക. പറ്റുകയല്ലേ, നോ പറയേണ്ടടുത്ത് പറയുക. പിന്നെ എന്നാ പറയുന്നത്, റിജക്റ്റ് ചെയ്യുക. എല്ലാത്തിനും നമ്മൾ കയറി എന്നാ പറയുന്നത്. എനിക്ക് ഒരു കസ്റ്റമർ അയച്ച ഒരു മെസ്സേജ് ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് കേൾക്കരുതെന്നാണ് എൻ്റെ അർത്ഥം. അത് ഞാൻ ഈ പറയുന്നില്ല, അതേപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കില്ല. അപ്പം നമുക്കിന്ന് നല്ല സാരി കാണിക്കാം കേട്ടോ. റീസ്റ്റോക്ക് സാരി ഉണ്ട്, ന്യൂ സ്റ്റോക്ക് സാരി ഉണ്ട്. ഇതുണ്ട് പടം കണ്ടോ, നല്ലൊരു ഫങ്ഷൻ വെയർ സാരി, സിൽക്ക് സാരി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണോ? ഇതാണ് സാരി, ഇതാണ് സാരി. ഇത് ലെമൺ യെല്ലോ ഷെയ്ഡ് വിത്ത് നല്ല പർപ്പിൾ ബോർഡർ. നല്ല സാരിയാണ്, നല്ല അതിമനോഹരമായിട്ടുള്ള സാരിയാണ്. വാങ്ങിക്കാം. ഒരു ചെക്ക് ഡിസൈനും ഉണ്ടായിത്തരാം. അതിൻ്റെ മുന്താണി ബ്ലൗസും സെയിമാണ്. ഇത് വരും ബ്ലൗസ്, ആ ചെക്ക് ഡിസൈൻ വരുന്ന വീതി കുറഞ്ഞ ബോർഡർ ഒരിടത്ത്, ഒരു സൈഡിൽ വീതി കൂടിയ ബോർഡറും ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് ബ്ലൗസ്. മുന്താണി വന്നിട്ട് 2 കളറേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. കളേഴ്സ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ ഓൺലൈനിൽ എടുത്തങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. മുന്താണി ഉണ്ടോ, എന്നാ ഭംഗിയുണ്ടോ മുന്താണി ഉണ്ടോ. സോഫ്റ്റ് സിൽക്കാണ്, നല്ല സ്മൂത്തായിട്ട് ശരീരത്തോട് ഒട്ടിക്കിടക്കും. ഇതിപ്പോൾ എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന കുറേ ലെയേഴ്സ് ആയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നതിനകത്ത് ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്. എന്നും കൊണ്ട് ട്രാൻസ്പെറൻറ്റോ സീത്രൂ ഒന്നും അല്ല. കണ്ട നല്ലൊരു സാരി. ഈ ഒരു ഇതേക്കൂടെ ഒരു ലൈറ്റ് കോപ്പറോ ഗോൾഡനോ ഒരു ചെക്ക് ഡിസൈൻ പോകുന്നുണ്ട്. നല്ല സാരി അല്ലേ, ഐശ്വര്യം നിറഞ്ഞ മഞ്ഞ അല്ലേ. മഞ്ഞ കാണുമ്പോഴേ ഐശ്വര്യം അല്ലേ. മഞ്ഞ ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ആരുമില്ല കേട്ടോ. നമ്മുടെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ മഞ്ഞ ഒരു കളർ വേണമെന്നൊക്കെ പറയുന്നതൊക്കെ എനിക്കതിൻ്റെ അകത്ത് അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അറിയത്തില്ല. എനിക്ക് സത്യത്തിൽ മഞ്ഞ ഉണ്ടല്ലോ. അയ്യോ, എനിക്ക് മഞ്ഞയുണ്ട്, ഇഷ്ടംപോലെ മഞ്ഞയുണ്ട്. അടിയക്കെട്ടോ. അടുത്ത ഷെയ്ഡ് ചെയ്യേണ്ടേ കണ്ടോ, ബ്രിക്കിൻ്റെ കളർ. ബ്രിക്ക് റെഡ് അല്ല, അടയ്ക്കാടെയൊക്കെ കളർ അല്ലേ. എല്ലാം അടയ്ക്കാടല്ലേ, നല്ലപോലെ പഴുത്ത അല്ലേ, നല്ലപോലെ പഴുത്ത അടയ്ക്ക. വാഴയോ എന്നെ വിളിക്കുന്നതാണോ? അയ്യോ, വാഴ നട്ടു. പിള്ളേരെ പോയി ചൊറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണേ. എടാ പുറകെ നിങ്ങൾക്ക് കൂട്ടുകാർ വന്നിട്ടുണ്ട്,
വാഴ നട്ടേ, കുറേ വാഴ നട്ടു. നമ്മുടെ പറയും 19 കൂട് വാഴ നട്ടു. ചുമ്മാ രസത്തിന് 50 രൂപ ഇരിക്കുന്ന പോയി കിള്ളി പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കിക്കോ, നിങ്ങളുടെ കൂട്ടുകാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആരും ഇവിടെ കേട്ട പാവം പോലും ഇല്ല. കേട്ടാൽ പ്രതികരിക്കണ്ടേ? അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. എൻ്റെ ഇതൊക്കെ പറയും ചുമ്മാ ഒരു രസം. ഉണ്ടോ ബ്ലാക്കിൻ്റെ അഴക് എന്നാ രസമാണ് നോക്ക്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല. പണ്ട് ഒത്തിരി നാൾ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഡിമാൻഡുള്ള സാരി ആയതുകൊണ്ട് റീസ്റ്റോക്ക് ഒത്തിരി വരുവേ. ബ്ലൗസ് കാണിക്കാൻ പോകുന്നത് ഇന്ന് വേണേൽ ബ്ലൗസ് കാണിക്കാമായിരുന്നു. എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുക. പക്ഷേ ബ്ലൗസിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലേ, കിട്ടാതെ പോയവർക്ക് ഇനിയാണേലും ഒന്ന് വാങ്ങിക്കാമല്ലോ. പക്ഷെ ഉണ്ടല്ലോ നമ്മളിവിടെ കിടന്ന് ഇഷ എണ്ണ ഇമ്മ അപ്പായി ഉള്ളവരൊക്കെ വരച്ചുകൊണ്ടിരിക്കും. സത്യം ഞാൻ ഓർക്കും ഈ പരിപാടി നിർത്തിയല്ല, ഈ പരിപാടിക്ക് പോകണ്ടായിരുന്നെന്ന് ഓർക്കും. പക്ഷെ അങ്ങനെ പുറകോട്ട് പോകാൻ പാടില്ല. സാരി എൻ്റെ മുന്താണി ഇതാട്ടോ, താഴത്തെ മുന്താണി ഇതാണേ. ഓ മുന്താണി ഇല്ല, ബോർഡർ നല്ല രസമാട്ടോ. എൻ്റെ ബ്ലൗസ് എന്താ, ബ്ലൗസ് എന്താ ഡാർക്ക് മെറൂൺ, ബോർഡർ ഡാർക്ക് മെറൂണും ബ്ലാക്കും കോമ്പിനേഷൻസ് ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഉണ്ടല്ലോ അതിനൊരിക്കലും ഭംഗി കുറയത്തില്ല. അത് സെയിം സാരി സോഫ്റ്റ് സിൽക്കാണ് എല്ലാം അതെ കേട്ടോ. അതും സോഫ്റ്റ് സിൽക്ക്, സോഫ്റ്റ് ചന്തേരിയുടെ സ്റ്റഫാണ്. മുന്താണിയാണോ അതോ ബ്ലൗസാണോ? എന്താ മുന്താണി ഇത് ഒരു കലങ്കാരി പ്രിന്റ് വരുന്ന ഒരു മുന്താണി. ഞാനേ സാധനം എടുത്ത് വെച്ചാൽ 500. ഇത് കലങ്കാരി പ്രിന്റ് വരുന്ന മുന്താണി. ഇത് വേറൊരു സാരി, ഇതിൻ്റെ കൂട്ട് വേറെ സാരി കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ബ്ലൗസിൻ്റെ സെൽഫാണേ. ഇതാണ് ബ്ലൗസ് ഉണ്ടോ, ബ്ലാക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറൂൺ ബ്ലൗസ് ഇടുവോ അങ്ങനെയൊക്കെ ചെയ്യാം. താഴത്തെ ബോർഡർ ഇങ്ങനെ വരും. താഴത്തെ ബോർഡർ ഇങ്ങനെ. അതിനെന്നാന്നറിയത് അത് ഇത് ഒന്നാണോ? ഇതിന് ഇച്ചിരി കൂടെ വ്യത്യാസമുള്ളത് എന്നാ, ഇത് രണ്ടും ഒരു സാരി അല്ലേ? അതാ ഏതോ മിസ്റ്റേക്ക് പറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് അതിൻ്റെ തന്നെ സെയിം മെറ്റീരിയലാണ്. ചന്തേരിയുടെ സോഫ്റ്റ് ചന്തേരി സിൽക്ക്. ചന്തേരിയുടെ സോഫ്റ്റ് സിൽക്ക് അല്ല, സോഫ്റ്റ് ചന്തേരി സിൽക്ക്. എല്ലാവർക്കും പറ്റുന്ന, എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ. ഒരു മജോറിറ്റി ആൾക്കാർക്ക് ഓക്കെ ആയ മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് ഒത്തിരി ഓവറായിട്ടുള്ള കെയറിങ് ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്നു ചോദിച്ചാൽ ഇത് ചെയ്യണം, സാരി ഫോൾ ചെയ്യണം. എന്നാന്ന് ചോദിച്ചാൽ സാരി ഫോൾ ചെയ്താലേ ഈ ഒരു ബോർഡറൊക്കെ നല്ല വൃത്തിക്ക് കിടക്കുകയുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് ഇത് കനം കുറഞ്ഞതാണ്. തട്ടി അത് കീറിപ്പോവാതെ അങ്ങനെയൊക്കെ കീറിപ്പോകുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാണാൻ ഒരു ഭംഗി, അതാണ് വലിയ ഇത്. ഈട് നിൽക്കും. എന്താണ് ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് ബ്ലൗസ്. പ്ലെയിൻ സാരിയിൽ സെൽഫ് പ്രിൻ്റ് ഉണ്ടോ? പ്ലെയിനാണ്, പക്ഷേ സെൽഫ് പ്രിൻ്റ് ഉണ്ടല്ലോ. ഇതുപോലെ അല്ലല്ലോ, സെൽഫ് പ്രിൻ്റ് ഉണ്ട്. കാണാമെന്ന് അറിയത്തില്ല കേട്ടോ. ഡാർക്ക് മെറൂൺ ആണേ, നല്ല ഡാർക്ക് മെറൂൺ. ഇനി മെറൂൺ തന്നെ നല്ല ചന്തേരി സിൽക്ക് മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര ഒരു സമയത്ത് എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പുറത്തായിരുന്നപ്പോഴല്ലേ എന്തോ പോയെന്നോ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് വന്നിട്ട് താഴേക്ക് ഇത് ഇങ്ങനെ വരും ബോർഡർ. കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ വരും ബോർഡർ. ഈ മേളിലേക്ക് കയറി ഒരു ഡിസൈൻ. മേളിലത്തെ ബോർഡർ കറക്റ്റ് ബോർഡർ. ഇതിങ്ങനെ മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് മുമ്പത്തെ പോലെ തന്നെ സെൽഫ് പ്രിൻ്റ് വന്നിട്ട് പ്ലെയിനായിട്ട്.
ഈ പോഡ്കാഡോട്ട്സ് വരുന്ന സാരീസ് ഭയങ്കര രസമല്ലേ കാണാൻ. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ലീന അല്ല എന്നൊക്കെയാണോ പറയുന്നത്. ക്രേപ്പ് ജോർജറ്റ്, പ്യുവർ ക്രേപ്പ് ജോർജറ്റ്. പ്യുവർ ക്രേപ്പ് ജോർജറ്റ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് കേട്ടിട്ട് അയ്യോ ഈ ഒഴുക്കൻ സാരിക്കാണോ ഇത്രയും റേറ്റ്, 1800 എബോവ് ആണോ 1800 ആ ഒരു റേറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഓൺലൈൻ തുടങ്ങിയ കാലം തൊട്ട് കാണിക്കുന്ന സാരിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിന് കസ്റ്റമേഴ്സും ഉണ്ട്. ഇതാണ് സാരിയെ. ഇത് ഞാൻ കാണിച്ചിട്ടുള്ള ഇതിൻ്റെ കളേഴ്സ് ഇപ്പോൾ 2-3 റീസ്റ്റോക്ക് വന്നുള്ളൂ. ഡാർക്ക് മെറൂണും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഡാർക്ക് ഒരു കോഫി കളറാട്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല സാരിയാണ്, ഒതുങ്ങിക്കിടക്കും, ഏത് അവസരത്തിലും കംഫർട്ടാണ്. ഇതിൻ്റെ ക്രേപ്പ് ജോർജറ്റാണ്, ഡ്രൈ വാഷേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീപ്പ് ഡൈയിങ്. കളർ കണ്ടോ, ഇത് ബ്ലൗസാണേ. കളർ കണ്ടോ, ഡീപ്പായിട്ടുള്ള കളർ. ഏത് കളർ എടുത്താലും അതിൻ്റെ ഏറ്റവും ഡാർക്ക് ഡീപ്പായിട്ടുള്ള ഡൈയിങ്ങാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഡ്രൈ വാഷേ ചെയ്യാവുള്ളൂ. ഫസ്റ്റ് വാഷ്, മിനിമം ഫസ്റ്റ് വാഷ്. എല്ലാം ഡ്രൈ വാഷ് തന്നെയാണ് നല്ലത്. ഫസ്റ്റ് വാഷ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിനകത്താണ് ഏറ്റവും കൂടുതൽ ആദ്യം എന്തെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ പോകുന്നത്. കളർ ഒന്നുമല്ല, ഡ്രൈ വാഷ് ചെയ്യുന്നതാണ് ഉചിതം. ഇനി സ്വന്തമായിട്ടല്ലാതെയൊക്കെ വാഷ് ചെയ്യാനൊക്കെ സൂക്ഷിച്ചൊക്കെ അറിയാവുന്നവർ എങ്ങനെ ചെയ്താലും സ്വന്തം റിസ്ക് ചെയ്തോ. അത് തന്നെ വേറൊരു ഡിസൈൻ. എന്നാ രസം ഇത് കാണാനല്ലേ. ഫങ്ഷൻ വെയറായിട്ട് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാരി എടുക്കുമ്പം ഫങ്ഷൻ വെയറായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പേളുമാല ഇടണം. സ്വർണ്ണമാല ഇട്ടാൽ തീർന്നു, കൊള്ളത്തില്ല. ഇവിടെ ഇരിപ്പുണ്ട്, അതിനകത്തെടുത്ത് വെച്ചു. അത് നാളെ കാണിക്കാമോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒത്തിരി പേര് പറഞ്ഞേ ഞാൻ എപ്പോൾ നോക്കിയാലും പേളുമാലയും എന്നാ കുറച്ച് നേരത്തെ എന്നെ കണ്ടില്ല. കട്ട് ചെയ്യല്ലേ, കണ്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചു എപ്പോൾ നോക്കിയാലും എനിക്ക് മെസ്സേജ് വന്നാൽ കേട്ടോ. വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പല രീതിക്കാണ് വരുന്നത്. എൻ്റെ ചുരുക്കം ഇതാണ്. എപ്പോൾ നോക്കിയാലും പേളുമാല മുത്തുമാല എന്ന് പറയുമെങ്കിൽ അതും കൂടെ ഒന്ന് കാണിച്ചുകൂടെ, സാരിക്ക് മാച്ചാകുന്നത് കൊണ്ടൊന്ന് കാണിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഒരു ദിവസം ഓർണമെൻറ്റ്സിൻ്റെ കാണിക്കുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തിനൊക്കെയാണ് ഈ പോകുന്നത്. അത് ഒറ്റ ഒരു കുഞ്ഞിത്തന്നെ ഉള്ളൂ. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാല കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഓർത്തോണ്ട് വെച്ചത് ഇത് വെറും സാധാ മുത്തുമാല കേട്ടോ. നിങ്ങൾ പേളുമാലയൊക്കെ വാങ്ങിക്കണ്ട. പേളുമാലയ്ക്കൊക്കെ നല്ല പേളിനൊക്കെ നല്ല ആയിരക്കണക്കിന് രൂപ. എന്തിനാണ്, വേറെ പണിയൊന്നും ഇല്ല. മേടിച്ചോ, നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ, വാങ്ങിക്കേണ്ടവർ വാങ്ങിച്ചോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന ഞാനും വാങ്ങിക്കും കേട്ടോ, വാങ്ങിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് വില പിടിപ്പുണ്ട്. ഇത് വെറും 40 രൂപയുടെ പേളുമാലയാണ്. പേളുമാലയല്ല, മുത്തുമാല. ഏതിനും ചേരും. ഇതിൻ്റെ വലിയ മുത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കഴുത്തലിട്ട് നാളെ ഇട്ട് കാണിക്കാവേ. കഴുത്തൽ എപ്പോഴും ഇടുന്ന സാധാ ഞാൻ എപ്പോഴും ഇട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് ക്രിസ്മസ് റെഡും വൈറ്റുമാണ്. ക്രിസ്മസിന് ഫംഗ്ഷൻ ഒരുങ്ങണമെങ്കിൽ കറക്റ്റ് അത് ക്രിസ്മസ് റെഡും വൈറ്റുമാണ്. ഇതിന് ചേർത്തില്ല ഈ മാല. ആ വൈറ്റ് പിന്നെ കുഴപ്പമില്ല, റെഡ് ഇതിന് ചേർത്തില്ല, വേറൊരു റെഡാണ്. ഇത് ഇടുമ്പോൾ കറക്റ്റ് കളർ. ഈ ഡാർക്ക് കളറുള്ള നല്ല ഡാർക്കും ഇതിങ്ങനെ എന്നാ പറയുന്നത് ആ മെറൂണും വൈറ്റും കൂടെ മിക്സ്. ഇതാണ് ബ്ലൗസ് പ്ലെയിൻ ആണേ. ബ്ലൗസ് വൈറ്റ് ഇതായിട്ട് മിക്സ് ആയിട്ടുള്ള കളർ ഈ മാല കിട്ടും. ഇത് വരും ബ്ലൗസിൻ്റെ ബോർഡർ. സ്പീഡ് വർത്താനം പറഞ്ഞിട്ടേ അണയ്ക്കാൻ തുടങ്ങും. അതിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ ബ്ലാക്ക്, അത് ഇത് ഈ കളറും കൂടെ നോക്കിയേ. എന്നാ ഡീപ്പായിട്ടുള്ള ബ്ലാക്കാണോ നോക്കിക്കേ. എന്താണ് പ്രശ്നം? അനീഷ് വന്നോ? ബ്ലാക്ക് അല്ലല്ലേ മുന്താണി. ഇത് അതിന് വൈറ്റ് കൊള്ളത്തില്ല. ഇത്ര വൈറ്റ് അല്ലല്ലോ. ഇതിന് നല്ല ഇത് കിട്ടും. ഓഫ് വൈറ്റ് ക്രീമൊക്കെ മാല കിട്ടും. നല്ല രസമാണ്. നിങ്ങളിത് ഫംഗ്ഷൻ വെയറായിട്ട് തന്നെ ഇടണം. ഫംഗ്ഷൻ വെയറായിട്ട് ഇടുന്ന സാരി, ഇത്ര റേറ്റുള്ള സാരി റെഗുലറായിട്ട് ഉടുക്കത്തില്ലെന്നൊന്നും അല്ല. പക്ഷെ ഫംഗ്ഷൻ വെയറായിട്ട് എടുത്ത് നോക്കിയാൽ നല്ല വെറൈറ്റിയാണ്. നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് നല്ല പ്ലീറ്റ്സൊക്കെ ഇങ്ങനെ ഇട്ട്. ഇത് നമ്മുടെ റീസ്റ്റോക്ക് സാരി. എല്ലാവർക്കും ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്നു. ഒത്തിരി നമുക്ക് പല കളറുകൾ പോയതാണ്. പക്ഷെ അത് റീസ്റ്റോക്ക് വരുത്തിയപ്പോൾ ഇത്
ഇതേ വന്നത് ഞാൻ കാണിക്കാം കേട്ടോ. പ്രിയപ്പെട്ട കളറുകളൊക്കെ കാര്യം കളറെല്ലാം ഓരോ പീസൊക്കെ വന്നു, പക്ഷെ അത് ഷോപ്പല്ലേ, ഷോപ്പിൽ നിന്ന് പോകും, അതാ പ്രശ്നം. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബനാറസി, സെമി ബനാറസി ബോർഡർ വരുന്ന സാരി. ഇതാണ് താഴത്തെ ബോർഡറിന് ഇച്ചിരി വീതി കൂടുതലുണ്ട്, മേളത്തെ ബോർഡറിന് കണക്കിനുള്ള വീതി, താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടെ വീതിയുണ്ട്. ഞാനിത് കാണിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കണ്ടോ, ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് ബോർഡർ, ഇതാണ് പ്ലെയിൻ. ഈ ഇവിടുത്തെ ബോർഡറിന് വരുന്ന കളർ ഏതാണോ അതിൻ്റെ പ്ലെയിൻ ആണ് ബ്ലൗസ്. നേവി ബ്ലൂ. പിന്നെ ഒനിയൻ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നേ, ഒത്തിരി കളറുകളുണ്ടായിരുന്നു. പല റീസ്റ്റോക്കും ഞാൻ കൊണ്ടുവന്ന് ഓൺലൈനിൽ കാണിച്ചു, പക്ഷേ ഈ പ്രാവശ്യം വന്ന അതൊന്നും തീർന്നു പോയി, കടയിൽ നിന്ന് തീർന്നു. ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാകും, പിന്നെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നേവി ബ്ലൂ. ഈ റേറ്റിന് ഇത് ഭയങ്കര വർത്താണ് നിങ്ങൾക്ക്. ഫങ്ഷൻ വെയർ ആയിട്ടേ ഉടുക്കാനും നല്ല സുഖമാണ്, എളുപ്പമാണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഒലീവ് ഗ്രീൻ, ഡാർക്ക് ഒലീവ്. ബോഡിക്ക് ക്രീം ആയതുകൊണ്ട് ഏത് കളറും കുഴപ്പമില്ല കേട്ടോ. ബോർഡറിന് ഏത് കളർ വന്നാലും കുഴപ്പമില്ല. ഇത് സമയമായി ഞാൻ എടുക്കുന്നല്ലേ, ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ ഈ സാരി കഴിവത് നൂർത്തിതാക്കാതെ നോക്കുന്നതാട്ടോ. ഇനി ബ്ലാക്ക്. ഇത് നേരെ അന്ന് ഞാൻ കാണിച്ചപ്പം ഒത്തിരി പേർക്ക് ഇത് വലിയ ഇഷ്ടമായിരുന്നു. അതെന്ന് വെച്ചാൽ ഫുള്ള് ഡിസൈൻ ഉള്ളത്. ഇപ്പം ബ്ലാക്കേ ഉള്ളൂ, അതിൻ്റെ ഒത്തിരി കളറുകൾ ഈ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഒനിയൻ്റെ ഷെയ്ഡൊക്കെ ഭയങ്കര രസമായിരുന്നു, ഒനിയൻ്റെ ലാവൻഡറൊക്കെ വരുന്നത്. ഇത് പക്ഷേ ഇപ്പം ബ്ലാക്കും സിൽവറും കൂടെ കൂടിയ നല്ല കോമ്പിനേഷൻ അല്ലേ, ബ്ലാക്ക് സിൽവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് വരും ബ്ലൗസ്, കണ്ടോ, ഇത് വരും ബ്ലൗസ്. ഇതും തമ്മിൽ ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇതൊന്നും രണ്ടെണ്ണം ഒരേപോലത്തെ കാണിക്കുന്നെങ്കിൽ ബോഡിയിൽ ഡിസൈൻ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഡാർക്ക് സിൽവർ ഇടുമ്പോൾ നമ്മൾ ബ്ലാക്ക് മെറ്റൽ ഇടുകയല്ലേ, നല്ല രസമല്ലേ. ഇതാണ് താഴത്തെ ബോർഡറിന് ഇച്ചിരി വീതി കൂടുതലുണ്ട്, മുകളിലത്തെ ബോർഡറിന് നോർമൽ വീതി. എല്ലാം വീവിങ് ആണ്, ഒന്നുപോലും ഡിസൈൻ അല്ല, വീവിങ് ചെയ്തെടുത്ത്. വീവിങ് സാരി ഇത്രയും റേറ്റിന്, അതും ബനാറസി ബോർഡറുമായിട്ട് കിട്ടുന്നില്ലേ, നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. 5 മിനിറ്റ് കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ബുക്ക് ചെയ്യുന്നവർ, ക്യാഷ് അടച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്രയോറിറ്റി, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. നമുക്ക് ഈ സംഭവം എല്ലാം ഓടത്തില്ല, അല്ലെങ്കിൽ അത് ഭയങ്കര മൊത്തത്തിൽ ഇതായിപ്പോവും, എന്താ പറയുന്നത്, അവിയിൽ വരുമായി പോവും. അതാ സത്യത്തിൽ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. അതുകൊണ്ടാകട്ടെ ഹോൾഡ് ചെയ്ത് വെക്കാതെ. പിന്നെ വാട്സപ്പ് കോൾ വഴിയല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിങ്. നമ്മൾ വാട്സപ്പ് കോൾ വന്നാലും എടുക്കത്തില്ല, സ്റ്റാഫാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് വാട്സപ്പ് കോൾ നമ്മളിവിടുത്തെ അനുവദിച്ചിട്ടില്ല. വാട്സപ്പ് കോളില്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ്. ഞാനൊരു നമ്പറും കൂടെ കൊടുക്കാം. നിങ്ങൾ ഒരു സാധനം ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫർദർ എൻക്വയറി, നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനം ഡെസ്പാച്ച് ആയോ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, അതിന് ട്രാക്കിംഗ്, അതിൻ്റെ കാര്യങ്ങൾ അറിയാനുള്ള ഞാനൊരു കസ്റ്റമർ കെയർ നമ്പർ തരാം. അതിലേക്ക് നിങ്ങൾ ഈ ബുക്ക് ചെയ്യുന്ന നമ്പറല്ല, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ചോദിക്കുക. ഇനി അഥവാ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന നമ്പറിലേക്കാണ് അയക്കുന്നതെങ്കിൽ എൻ്റെ ട്രാക്കിംഗ് ഐ ഡി തരാമോ, അല്ലെങ്കിൽ എൻ്റെ സാധനം ഡെസ്പാച്ചായോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലോ. അങ്ങനെയുള്ള ബുക്കിംഗ് വഴി എന്ത് കാര്യത്തിനും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാൻ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബുക്കിംഗ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ അവർ നമ്പർ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കിട്ടും. ബുക്ക് ചെയ്യുന്ന നമ്പറിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഡിലേ വരും, നിങ്ങൾക്ക് എന്നാ പറയുന്നത്, താമസം വരുവേ കിട്ടാൻ. അപ്പം 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ വാങ്ങിക്കാൻ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള കമൻസ്, നല്ല കമൻസ് ഇടുക, ഇട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പറയാനേ പറഞ്ഞു, ഇപ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ. സത്യം എപ്പോഴേ പറയേണ്ടതായിരുന്നു.
വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ബ്ലൗസിൻ്റെ വീഡിയോ ആയിട്ട് വൈകുന്നേരം 7 മണിക്ക് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.